നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ കണ്ടന്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബെനഫിറ്റ്സ് ഓഫ് ഫാസ്റ്റിംഗ്, അതായത് നോമ്പ് അനുഷ്ഠിച്ചാൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ബെനഫിറ്റ്സ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ പല മതസ്ഥരും ഈ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. അതിൽ പ്രധാനമായും മുസ്ലിം വിഭാഗമാണ് ഒരു വർഷത്തിലൊരു മാസം കൃത്യമായിട്ടും നോമ്പ് അനുഷ്ഠിക്കുക. അവരെ നോമ്പിൻ്റെ രീതികളെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 5:30 മുതൽ വൈകിട്ട് ഒരു 7 മണി വരെ എന്ത് ചെയ്യുക, ഭക്ഷണങ്ങളോ വെള്ളമോ ഒന്നും കുടിക്കാത്ത രീതി, അകത്തേക്കൊന്നും ഭക്ഷണം എടുക്കാത്ത രീതിയിൽ 100% ഫാസ്റ്റിംഗ് നിലനിർത്താറുണ്ട്. ഹിന്ദുമതക്കാരാണെങ്കിൽ തന്നെ ശബരിമല സീസണിൽ ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മറ്റു പല വിഭാഗക്കാരും പല രീതിയിൽ ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട്. നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം ഈ ഫാസ്റ്റിംഗ് നടത്തിയാൽ നമ്മുടെ ശരീരത്തിൽ കിട്ടാവുന്ന ബെനഫിറ്റുകൾ. ഫാസ്റ്റിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു റെസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വാഹനം ഉണ്ട് വിചാരിച്ചോ, ആ വാഹനം 365 ദിവസം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, അതിലിടയ്ക്ക് റെസ്റ്റ് വേണം. അതുപോലെ ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു സംവിധാനത്തിന് എന്താ പറയുക, ഒരു ഫുഡിങ്ങിൻ്റെ ഒരു റെസ്റ്റിംഗ് കൊടുക്കുന്ന ഒരു സംവിധാനത്തിനാണ് ഈ ഫാസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് കൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന ബെനിഫിറ്റുകൾ ഒരുപാട് ഏറെയുണ്ട്. അത് ശ്രദ്ധിച്ചോ. 7ാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് ചെയ്യുക, അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കൃത്യമായി കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറന്നുപോയത്. ഫാസ്റ്റിംഗ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ബെനിഫിറ്റ് ആണ് ക്ലീൻസ് യുവർ സെൽസ്. നമ്മളെ സെല്ലുകൾ, കോശങ്ങൾ, ഇപ്പം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നശിക്കുന്നുണ്ട്. ഇവൻ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ഒരു കാലാവധി കഴിഞ്ഞാൽ ചത്തുപോകുന്നത് നശിക്കുന്നുണ്ട്. ഈ ചത്തുപോയ സെല്ലുകൾ എന്തെങ്കിലും റീസൈക്കിൾ, അല്ലെങ്കിൽ ഈ ചത്തുപോയ സെല്ലുകൾ റീസൈക്കിൾ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എടുത്ത് പുറത്തിടേണ്ട ആവശ്യമുണ്ട്. ഇപ്പം എന്ത് ചെയ്യുക, ഈ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ചത്തുപോയിട്ടുള്ള എന്ത് ചെയ്യുക, ആക്റ്റീവ് അല്ലാത്ത സെല്ലുകളൊക്കെ ക്ലീൻ ആകാനും ഇനി എന്തെങ്കിലും അസ്വസ്ഥ വന്ന സെല്ലുകളൊക്കെ നന്നായി ശരിയായിരിക്കാനും സാധ്യത കൂടുതലാണ്. മറ്റൊന്നാണ് ബേൺസ് ഓഫ് ഫാറ്റ്. നമുക്കെല്ലാവർക്കും ഒരു പ്രശ്നമാണ് ഈ കൊഴുപ്പിൻ്റെ പ്രശ്നം. കൊഴുപ്പ് എന്ത് ചെയ്യുക, ഈ അടിഞ്ഞിട്ട് തടി കൂടുന്നൊരു പ്രശ്നമുണ്ട്. എന്ത് ചെയ്യുക, അപ്പോൾ ഈ കൊഴുപ്പ് ബേൺ ചെയ്യാൻ എന്ത് ചെയ്യണം, ഈ ഫാസ്റ്റിംഗ് സംവിധാനം സഹായിക്കുന്നുണ്ട്. മറ്റ് ബെറ്റർ ബ്ലഡ് ഷുഗർ, നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് ഷുഗർ, പ്രഷർ പോലത്തെ ജീവിതശൈലി രോഗങ്ങൾ. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം അശാസ്ത്രീയമായിട്ടുള്ള അകത്തേക്ക് ഇടുന്ന ഫുഡിൻ്റെ അളവ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ നോർമലാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റു പ്രധാനപ്പെട്ട പോയിന്റ്, ഷാർപ്പർ യുവർ ബ്രെയിൻ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സിൻ്റെ താളത്തെ നല്ല രീതിയിൽ ഷാർപ്പാക്കുന്നത്. കാരണം ഒരുപാട് കെമിക്കൽസ് നമ്മുടെ തലച്ചോറിലേക്ക് ആവശ്യമുണ്ട് ഈ ചിന്തകൾ നിലനിർത്താൻ, അല്ലെങ്കിൽ തലച്ചോറ പ്രവർത്തനത്തിന്. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരം കെമിക്കൽസിൽ ശരീരം നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഒന്നുള്ളത് ലെസ് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്. നമുക്കറിയാം നീർക്കെട്ട് ചില ശരീരത്തിൻ്റെ പല ഭാഗത്തും രാവിലെ നിൽക്കുമ്പോൾ അവിടെ വേദന, ഇവിടെ ഇതൊക്കെ നീർക്കെട്ടാണ്. ഈ നീർക്കെട്ടിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതൽ, അതായത് അരി ഭക്ഷണം അല്ലെങ്കിൽ ആട്ടറവ മൈദൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നീർക്കെട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, നീർക്കെട്ടുകൾ ലെവലാകാൻ നമ്മുടെ ശരീരത്തിൽ ടോട്ടൽ ഒരു എന്ത് ചെയ്യും റീസൈക്കിൾ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ നമ്മൾ എത്രത്തോളം എന്ത് ചെയ്യും നോമ്പ് അനുഷ്ഠിക്കുന്നു അത്രത്തോളം എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും ഇൻഫ്ലമേഷനിലെ നീർക്കെട്ട് കുറയാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊന്ന് ഹെൽത്തിയർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തെ നല്ല ആരോഗ്യത്തിലാക്കും. ഇന്ന് മലയാളികൾക്ക് ഇല്ലാത്തൊരു പോകുന്നൊരു സംഭവം, ഹൃദയത്തിൻ്റെ ആരോഗ്യം വളരെ കുറവാണ്. അതൊരു പ്രധാന കാരണം അശാസ്ത്രീയം ഓവർ ഫുഡിങ്. ഈ ഫുഡ് കാരണം നമ്മളെ ഹൃദയത്തിന് വർക്ക് ലോഡ് കൂടുതലാണ്, നമ്മുടെ ശരീരത്തിൻ്റെ സൈസ് കൂടുതലാണ്. ശരീരത്തിലെ ഒരുപാട് ഏരിയയിലേക്ക് നിരന്തരം എന്ത് ചെയ്യണം, ബ്ലഡ് പമ്പ് ചെയ്യേണ്ടി വരും. ശരാശരി മനുഷ്യന് ഒരു 60 കിലോന് ഒരു ആവറേജിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആ 60 കിലോ ഉള്ള ആളെന്ത് ചെയ്യും, ഓവറായിട്ട് ഭക്ഷണം കഴിച്ച് 70, 80, 100 കിലോ അത്ര എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൻ്റെ സൈസ് കൂടും. അപ്പോൾ ഈ സൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ശരീരത്തിലെ ഹൃദയത്തിന് എന്ത് ചെയ്യും, ഈ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യേണ്ടി, അപ്പോൾ ഓവർലോഡ് വരും, ഓവർ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നോമ്പ് അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ഫുഡ് നിങ്ങൾ ബോഡിയൊക്കെ ഒന്ന് സൈസ് കുറയാനും മെലിയാനും എന്ത് ചെയ്യാൻ ഹൃദയത്തിൻ്റെ ആരോഗ്യം കൂടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ യു ലൈവ് ലോങ്ങർ, നിങ്ങൾ ആയുസ് വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ എന്താ പറയുക ഫാസ്റ്റ് ഫുഡ് കൾച്ചർ വന്നിട്ട് എന്ത് ചെയ്യുക, പലതരത്തിലുള്ള അസുഖങ്ങളും വരുന്നുണ്ട്. ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചറിനെ സർക്കാർ നിയന്ത്രിക്കുന്നില്ല. ഇതൊരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു ലോബിയാണ്. കാരണം നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കണം, നമ്മൾ അസുഖങ്ങൾ വരണം,
അവസാനം ഹോസ്പിറ്റലിൽ എത്തണം, വലിയ ഹോസ്പിറ്റലുകൾക്ക് വലിയ ലാഭങ്ങളാണ്. ഇതൊരു ലോബി സംവിധാനം ഞാൻ മനസ്സിലാക്കും. എന്ത് ചെയ്യുക, അപ്പോൾ ഈ നമ്മളെ ആയുസ്സിനെ നശിപ്പിക്കുന്നുണ്ട് ഇത്. നിങ്ങൾ കഴിക്കുന്ന ഓരോ അശാസ്ത്രീയമായിട്ടുള്ള ഓരോ ഓവർ ഫുഡും അറിയാതെ നിങ്ങൾ ആയുസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൊല്ലുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക, പാകത്തിന് ഫുഡ് കഴിക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതോടുകൂടെ എന്ത് ചെയ്യും, നിങ്ങൾ ആയുസ് വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. മറ്റ് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് റെസ്റ്റ് യുവർ ഡൈജഷൻ. നമുക്കറിയാം ദഹന പ്രക്രിയയ്ക്ക് ഒരുപാട് സിസ്റ്റം വർക്ക് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ, ഒരുപാട് കെമിക്കൽസ് വേണം. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏത് നേരം ദഹന പ്രക്രിയ നടക്കുക. എന്തായാലും ഫാസ്റ്റിംഗ്, നോമ്പ് അനുഷ്ഠിക്കുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യും, ഒരു 12-15 മണിക്കൂർ ഈ ഫാസ്റ്റിംഗ് എന്ന സംവിധാനം നിർത്തുമ്പോൾ എന്ത് ചെയ്യും, ശരീരത്തിനൊന്ന് റെസ്റ്റ് കിട്ടാനും പിന്നെ ശരീരത്തിൻ്റെ ഈ എന്താ പറയുക ആമാശയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ മാറാനും അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒന്ന് കൂടാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, എന്ത് ചെയ്യുക, ഒരു റെസ്റ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. നമ്മൾ ഫുഡ് അടിക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഫുഡ് അടിക്കുക, ഒരു ദിവസം 4-5 തവണ ഫുഡ് അടിക്കുകയാണ്. നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു ഫ്രീ ഇല്ല, ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ വൈകി കഴിക്കുന്ന ഫുഡുകളുണ്ടല്ലോ, രാത്രി കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ദഹിക്കില്ല, അത് ദഹിപ്പിക്കാൻ വേണ്ടി ശരീരം ഒരുപാട് പ്രയാസപ്പെടും. അപ്പോൾ നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാം, 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് അനുഷ്ഠിക്കുന്നത് കൂടി എന്ത് ചെയ്യും, ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആവാനും അതിലെ എനർജി ലെവൽ കൂടാനും അതിലെ കെമിക്കൽസ് ഒന്ന് റെഡി ആകാനും പിന്നെ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ലെവൽ എന്ത് ചെയ്യും, നമ്മൾ ആമാശയത്തിൻ്റെ ആരോഗ്യം കൂടാനും സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊന്നാണ് ക്ലീനർ യുവർ മൈൻഡ്. നിങ്ങൾ മനസ്സിനെ ഒന്ന് ക്ലീൻ ആക്കും. നമുക്കറിയാം, നമുക്ക് ഈ ഫാസ്റ്റിംഗ് ആകുമ്പോൾ നമ്മൾ വിശ്വാസപരമായിട്ട് മനസ്സിനെ പോലും നിയന്ത്രിക്കുന്നുണ്ട്. മറ്റ് തെറ്റായ ചിന്തകളും തെറ്റായിട്ടുള്ള എല്ലാ തോട്ട്സിനൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് എന്ത് ചെയ്യും, മനസ്സിനെ കൂടി ഇത് സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ബാലൻസസ് ഹോർമോൺ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകളുണ്ട്. അതും തന്നെ ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ പല ഹോർമോണുകളും വർക്ക് ചെയ്യും. പ്രത്യേകിച്ച് PCOD, പിന്നെ അതുപോലെ തൈറോയ്ഡ് പോലത്തെ അസുഖങ്ങളൊക്കെ ഹോർമോണുമായി ബന്ധിപ്പിച്ച പ്രശ്നങ്ങളാണ്. പിന്നെ ഈവൻ ഷുഗർ പോലും ഹോർമോണുമായി ബന്ധിപ്പിച്ച പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുന്നതോടുകൂടി ഈ ഹോർമോണിൻ്റെ നില ശരീരം നിയന്ത്രിക്കാനും ഒരു ബാലൻസിങ് ചെയ്യുക. നമ്മളെ പ്രശ്നങ്ങളൊക്കെ എന്താണ്, ഓവർ ഫുഡിങ് ആണ്. നമ്മൾ ഓവർ ഫുഡ് കഴിച്ചാൽ പല ഹോർമോണുകളും വേരിയേഷൻ വരിക, PCOD വരിക, അല്ലെങ്കിൽ തൈറോയ്ഡ് വരിക, അല്ലെങ്കിൽ ഷുഗർ, ഇതൊക്കെ ഹോർമോൺ വേരിയേഷൻസ് ആണ് വരുന്നത്. ഇതിനൊക്കെ പ്രധാന കാരണം എന്താണ്, അശാസ്ത്രീയമായിട്ട് ഓവർ ഫുഡിങ്. അപ്പോൾ ഈ ഓവർ ഫുഡിങ് നിയന്ത്രിക്കുക, അതായത് ഇടയ്ക്കൊന്ന് ഫാസ്റ്റിംഗ് ചെയ്യുന്ന എപ്പോഴും ശരീരത്തിന് നല്ലതാണ്. പിന്നെ സ്ട്രോങ്ങർ ഇമ്മ്യൂണിറ്റി. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രതിരോധ അണുക്കളുണ്ട്. നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ പല രോഗാണുക്കളും നമ്മുടെ ശരീരത്തിലേക്ക് കയറും. ആ സമയത്ത് എന്ത് ചെയ്യും, പ്രതിരോധ അണുക്കൾ ഈ രോഗാണുക്കൾ എന്ത് ചെയ്യും, അടിച്ചു പുറത്താകുന്ന സംവിധാനം. അതിൽ ഒരു മിലിറ്ററി സംവിധാനം ഒന്നും പറയാം, ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഒരു മിലിറ്ററി സംവിധാനം നമ്മുടെ ബോഡിയിലുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന മറ്റ് രോഗാണുക്കളെ അടിച്ചു പുറത്താക്കുന്ന ഒരു പ്രതിരോധം നേടാം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഫാസ്റ്റിംഗ് ചെയ്യുന്നു, നിങ്ങളെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, നിങ്ങളുടെ ശരീരത്തിലെ മിലിറ്ററി സിസ്റ്റം നല്ല രീതിയിൽ സ്ട്രോങ് ആവാനും നിങ്ങൾ ഹെൽത്തി ആവാനും മറ്റ് ഏത് രോഗാണുകളും നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാതെ എന്തെങ്കിലും പുറത്ത് തള്ളാൻ നിങ്ങൾക്ക് ശരീരത്തിന് സാധിക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്, ബിൽഡ് എ ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിൻ, അതായത് അതിൽ നമ്മൾ ഫുഡ് കഴിക്കാതെ എന്ത് ചെയ്യുക, ഇരിക്കുകയാണ്. ഒരു ഫുഡും കഴിക്കാതെ 8-10 മണിക്കൂർ എന്ത് ചെയ്യുക, അച്ചടക്കത്തോടെ നിൽക്കുക. അത് ഡിസിപ്ലിൻ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മുടെ ചിന്തകൾക്ക് ഒരു അച്ചടക്കം, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഡിസിപ്ലിൻ ലൈഫിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കേൾക്കുന്ന എല്ലാ ആളുകളും, ഏത് മതസ്ഥരായിക്കോട്ടെ, എല്ലാ ആളുകളും അവനവൻ്റെ മതാനുഷ്ഠാനത്തിൽ പ്രകാരം എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നോമ്പെടുക്കുക, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ചെയ്യുക, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഫാസ്റ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഫാസ്റ്റ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, ശരീരത്തിൽ ടോട്ടൽ ഒരു എനർജി ലെവൽ കൊടുക്കാൻ നമ്മളെ ബോഡി ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ബോഡിക്ക് എന്ത് ചെയ്യുക, ആമാശയത്തിനൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ എനർജി ലെവലും നമ്മൾ ഒരു ബോഡിക്ക് നല്ല ബെനിഫിറ്റ് ആകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.